ആവളപ്പാണ്ടിയിൽ ചല്ലിപ്പൂ വിരിഞ്ഞപ്പോൾ കാണാൻ ആളുകൾ ഏറെ. പതിവിലും വിപരീതമായി ഇത്തവണ ധാരാളം ചെടികളുണ്ട്. ഇത് കാണാനായി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ആവളപ്പാണ്ടിയിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മുള്ളൻപായൽ എന്നറിയപ്പെടുന്ന ചല്ലിപ്പൂവ് കോഴിക്കോടിൻ്റെ നെല്ലറയായ ആവളപ്പാണ്ടിയിൽ ഇതാദ്യമല്ല. എന്നാൽ സാധാരണ നിലയിൽ ഇത്രയധികം ഉണ്ടാവാറില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ജലസസ്യയിനത്തിൽപ്പെട്ട ചല്ലിപ്പൂവ് ആവളപ്പാണ്ടിയിലെ ജലസേചന തോടിൽ പൂത്തുവിടർന്ന കാഴ്ച ഒരു ഗ്രാമത്തെ മനോഹരമാക്കുകയാണ്. തെക്കേ അമേരിക്കയിൽ സജീവമായി കാണപ്പെടുന്ന കബോബ ഫർക്കേറ്റയാണ് ഈ പായൽ വർഗം. കോവിഡ് ലോക്ക്ഡൗണിനെ തുടർന്ന് പരിസര മാലിന്യം കുറഞ്ഞതാണ് ഈ സസ്യം കൂടുതൽ പടരാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. എന്നാൽ ഈ വാദത്തിന് ശാസ്ത്രീയ പിൻബലമില്ല. ചല്ലിപ്പൂവിന് ഈ വർഷം നല്ല വിശേഷമാണ്. സാധാരണ നാട്ടുകാർ ഒരു ചല്ലിപ്പൂവായിട്ട് കണക്കാക്കുന്ന ഈ ഒരു പ്രതിഭാസം ഈ വർഷം വളരെയധികം പുഷ്പിക്കുകയും ഒരുപാട് ആളുകളെ ആകർഷിക്കുകയും ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഇത് കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട് ചെറിയ തോതിൽ. പക്ഷേ 2-3 വർഷമായിട്ട് കുറേ കൂടുതൽ നന്നായി പുഷ്പിച്ചു എന്നുള്ളതാണ്. ഈ വർഷം അത് വളരെ കൂടുതലായി. പല കാരണങ്ങളാണ് ആളുകൾ പറയുന്നത്. അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ശാസ്ത്രീയമാണെന്ന് അറിയില്ല. പാരിസ്ഥിതിക മലിനീകരണമൊക്കെ കുറഞ്ഞത് കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ പുഷ്പിച്ചതെന്ന് അഭിപ്രായം വരെ വരുന്നുണ്ട്. പിന്നെ ഇത് ആവളപ്പാണ്ടീൻ്റെ കോഴിക്കോട് ജില്ലേൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ആവളപ്പാണ്ടീൻ്റെ ഭാഗമാണ്. അതിലേക്കുള്ള ജലസേചന പദ്ധതിയാണിത്. അപ്പോൾ ഇവിടെ കുളിക്കടവായിട്ടും പിന്നെ ഒക്കെ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സാധാരണ നിലയ്ക്ക് ശ്രദ്ധിക്കപ്പെടാണ്ട് നിന്നൊരു കാര്യമാണ്. ഈ വർഷം ഇത് വന്നപ്പോൾ ആരോ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ആക്കി ഇട്ടപ്പോൾ അത് ഫേമസായി. ഈ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരികളുടെയും ഒക്കെ സ്റ്റാറ്റസായി മാറി. പിന്നെ ന്യൂസ് ചാനലുകൾ, പത്രങ്ങൾ, മറ്റെല്ലാ മാധ്യമങ്ങളും, സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ഇത് തന്നെയാണ് കഴിഞ്ഞ 2-3 ദിവസമായിട്ട്. ഈ നാട്ടിലുള്ള മാത്രമല്ല, ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകൾ പോലും വാഹനങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളാണിപ്പോൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പോടെ നാട്ടിൻപുറങ്ങൾ രാഷ്ട്രീയ ചൂടിൽ തിളച്ചു നിൽക്കുമ്പോൾ മനം കുളിരുന്ന ഈ കാഴ്ച കാണാൻ ആവളപ്പാണ്ടിയിലേക്ക് സന്ദർശകർ ഒഴുകുകയാണ്. നവംബർ-ഡിസംബർ മാസങ്ങളിലാണ് സാധാരണയായി മുള്ളൻപായൽ വിടരുന്നത്. രാവിലെ വിടരുന്ന ഇവ വൈകുന്നേരത്തോടെ കൂമ്പിയടയും.